കൊല്ലം സിറ്റിയിലെ ട്രാഫിക് വാർഡന്മാർ നയിക്കുന്നത് ദുരിത ജീവിതം. ദിവസവേതനമായ 400 രൂപ പോലും കൃത്യമായി ലഭിക്കുന്നില്ലെന്ന് പരാതി. കൊല്ലം കോർപ്പറേഷൻ വഴി ശമ്പളം വിതരണം ചെയ്യണമെന്ന ആവശ്യം അധികൃതർ ചെവികൊണ്ടിട്ടില്ല. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 വരെയും ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 8 വരെയുമുള്ള 2 ഷിഫ്റ്റുകൾ. തുച്ഛമായ 400 രൂപയാണ് ഒരു ദിവസത്തെ ജോലിക്ക് വേതനമായി ഇവർക്ക് ലഭിക്കുന്നത്. വെയിലിലും മഴയിലും എല്ലാം ഇവർ കർമ്മനിരതരാണ്. മാളുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഫണ്ടുകൾ ഉപയോഗിച്ചാണ് ട്രാഫിക് വാർഡന്മാർക്ക് ശമ്പളം നൽകുന്നത്. കോവിഡിന് ശേഷം വരുമാനത്തിൽ ഇടിവുണ്ടായെന്ന് കാട്ടിയാണ് ശമ്പളം നൽകുന്നത് വൈകുകയും തുച്ഛമായ തുക മാത്രം ശമ്പളമായി നൽകുകയും ഇപ്പോൾ ചെയ്യുന്നത്. സാലറി കുറവായിട്ടാണ് കിട്ടുന്നത്. അത് നമുക്ക് സ്പോൺസേഴ്സ് ആണ്. പക്ഷേ സ്പോൺസേഴ്സ് പൈസ രൂപ കൊടുക്കുന്നില്ല. കാര്യം അവർ പറയുന്നത് കോവിഡിന് ശേഷം തകർച്ചയെന്ന് കയറി വരുന്നേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് കാരണം അവർ പൈസ രൂപ കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല. നമ്മൾ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പോയി നാണം കെട്ടിട്ട് തിരിച്ചു വരികയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ദിവസവും 6 മണിക്കൂറാണ് ജോലി ചെയ്യേണ്ടത്. ട്രാഫിക് വാർഡന്മാരിൽ പകുതിയിലേറെ പേരും സ്ത്രീകളാണ്. ഈ ജോലിയെ മാത്രം ആശ്രയിച്ചു കഴിയുന്നവരാണ് ഭൂരിഭാഗം പേരും. 35 മുതൽ 68 വരെ വയസ്സ് പ്രായമുള്ളവരാണ് ഈ മേഖലയിൽ ഇന്നുള്ളത്. മറ്റ് ജില്ലകളിൽ കോർപ്പറേഷനാണ് ട്രാഫിക് വാർഡന്മാർക്ക് ശമ്പളം നൽകുന്നത്. കൊല്ലം കോർപ്പറേഷൻ പക്ഷേ അതിന് ഇതുവരെ തയ്യാറായിട്ടില്ല. ചെല്ലുന്നിടത്തെല്ലാം നമുക്ക് കൃത്യമായിട്ട് അവർ ചെക്ക് തരാത്ത ഒരു ഇതാണ് പോരായ്മയാണ് കാണുന്നത്. ചിലപ്പോൾ ഇന്ന് ചെന്ന് ചോദിക്കുമ്പോൾ അവർ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ റെഡി ആയിട്ടില്ല, അല്ലെങ്കിൽ ഒപ്പിട്ടിട്ടില്ല, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. കൊല്ലം ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിൽ വർഷങ്ങളായി ജോലി ചെയ്തു വരുന്നവരാണ് ഇവരിലധികവും. 25 പേരാണ് നിലവിൽ ട്രാഫിക് വാർഡന്മാരായി ജോലി ചെയ്യുന്നത്. കൊല്ലത്ത് നവകേരള സദസ്സ് എത്തിയപ്പോഴും തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തു. 24 കൊല്ലം.